सरकारी किताबों से लदा हुआ बंडल। ये देखिए कौन सी किताबें, ये भी आपको दिखाते हैं। വിദ്യാലയങ്ങൾ തുറക്കാൻ മാസങ്ങൾ ബാക്കി നിൽക്കെ വരും വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ ഓരോ കുട്ടിയുടെയും കയ്യിലെത്തിച്ച് രാജ്യം മുഴുവൻ ചർച്ചയാകുകയാണ് നമ്മുടെ കേരളം. എന്നാൽ ഇതേ സമയത്ത് ഉത്തർപ്രദേശിൽ നിന്ന് വരുന്നത് കേട്ടാൽ വിശ്വസിക്കാൻ കഴിയാത്ത വാർത്തകളാണ്. പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യമായി നൽകേണ്ട പുതിയ പുസ്തകങ്ങൾ കിലോയ്ക്ക് വെറും 4 രൂപ നിരക്കിൽ ആക്രിക്കടയിലേക്ക് തൂക്കി വിൽക്കുന്നു. അറിവ് പകരേണ്ട അക്ഷരങ്ങൾ ആക്രിയായി മാറുന്ന ഈ ഞെട്ടിക്കുന്ന അഴിമതിയെക്കുറിച്ചും ഈ മേഖലയിൽ കേരളം എങ്ങനെ രാജ്യത്തിന് മാതൃകയാകുന്നു എന്നതിനെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഉത്തർപ്രദേശിലെ ബഹ്റൈച്ച് ജില്ലയിലാണ് രാജ്യത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന സംഭവം നടന്നത്. സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി പ്രകാരം 2026-27 അധ്യയന വർഷത്തേക്ക് സ്കൂൾ കുട്ടികൾക്കായി അച്ചടിച്ച 13,000-ലധികം പുതിയ പാഠപുസ്തകങ്ങളാണ് ഉദ്യോഗസ്ഥർ ആക്രി വിലക്ക് തൂക്കിവിറ്റത്. सरकारी किताबों से लदा हुआ बंडल। ये देखिए कौन सी किताबें, ये भी आपको दिखाते हैं। समग्र शिक्षा कक्षा 4 के लिए कला की पाठ्य पुस्तक। और ये निःशुल्क वितरण है 2026-27 की किताबें हैं. 10 ടണ്ണിലധികം ഭാരമുള്ള പാഠപുസ്തകങ്ങൾ ഒരു ട്രക്കിൽ കയറ്റി ഉത്തരാഖണ്ഡിലെ ഒരു റീസൈക്ലിംഗ് കമ്പനിയിലേക്ക് കടത്താൻ ശ്രമിക്കവെയാണ് പോലീസ് പിടികൂടുന്നത്. ജില്ലാ മജിസ്ട്രേറ്റ് അക്ഷയ് ത്രിപാഠിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് ഈ നടപടി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ സ്റ്റോക്കിൽ നിന്ന് 15,000-ഓളം പുസ്തകങ്ങൾ കാണാതായിട്ടുണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തുവന്നു. ഈ ക്രമക്കേടിന് പിന്നിൽ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയാണെന്നതാണ് സങ്കടകരമായ വസ്തുത. സ്റ്റോറേജ് ചുമതലയുണ്ടായിരുന്ന അലോക് മിശ്ര എന്ന ഉദ്യോഗസ്ഥനും ആക്രി കച്ചവടക്കാരനായ ദിൽഷാദ് അഹമ്മദും ഉൾപ്പെടെ 4 പേരെ പോലീസ് ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെയുള്ള 1984 നിയമപ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിന് പിന്നാലെ നിരവധി ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് പുസ്തകങ്ങൾ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടവർ തന്നെ അത് വിറ്റ് കാശാക്കുമ്പോൾ തകരുന്നത് പൊതുവിദ്യാഭ്യാസ രംഗം തന്നെയാണ്. ഉത്തർപ്രദേശിലെ പൊതുവിദ്യാഭ്യാസ രംഗം ക്രമക്കേടുകളുടെയും കെടുകാര്യസ്ഥതയുടെയും കൂത്തരങ്ങാണ്. പിന്നാക്ക മേഖലയിലും ഉൾനാടൻ പ്രദേശങ്ങളിലും കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാലയങ്ങളുള്ള ഇടങ്ങളിൽ കഴിവുള്ള അധ്യാപകരോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ല. ഇതിനിടയിലാണ് പാഠപുസ്തകം കൂടി ആക്രിക്ക് വിൽക്കുന്ന ഗുരുതര സംഭവം കൂടി നടന്നിരിക്കുന്നത്. ഇവിടെയാണ് നാം കേരളത്തിലേക്ക് നോക്കേണ്ടത്. അടുത്ത അധ്യയന വർഷം തുടങ്ങാൻ 3 മാസം ബാക്കി നിൽക്കെ തന്നെ പുസ്തക വിതരണം പൂർത്തിയാക്കുന്ന സംസ്ഥാനമായി കേരളം മാറി. 2026-27 അധ്യയന വർഷത്തിലേക്ക് 79 ലക്ഷം പാഠപുസ്തകങ്ങളുടെ അച്ചടി നിലവിൽ KBPSൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിൽ 55 ലക്ഷം പാഠപുസ്തകങ്ങൾ KBPS വിവിധ ഹബ്ബുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 2ാം വാരത്തിൽ തന്നെ വിതരണം ആരംഭിച്ച് മെയ് അവസാന വാരത്തോടു കൂടി തന്നെ എല്ലാ പുസ്തകങ്ങളും സ്കൂളുകളിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ ആണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് 3 മാസങ്ങൾക്ക് മുമ്പ്, സ്കൂൾ തുറക്കുന്നതിന് 3 മാസങ്ങൾക്ക് മുമ്പ് പാഠപുസ്തകങ്ങൾ കൊടുക്കുകയാണ്. കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റി വഴി കൃത്യമായ പ്ലാനിങ്ങോടെയാണ് കേരളത്തിൽ പാഠപുസ്തകങ്ങൾ അച്ചടിക്കുന്നത്. വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കുട്ടികൾക്ക് പുസ്തകങ്ങളും യൂണിഫോമും ലഭിക്കുന്നു എന്ന് സർക്കാർ ഉറപ്പുവരുത്തുന്നു. എല്ലാ തട്ടുകളിലും ഇവയുടെ എണ്ണവും ഗുണനിലവാരവും കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്നു. ഒരു വശത്ത് പുതിയ പുസ്തകങ്ങൾ ആക്രിക്കടയിൽ തൂക്കി വിൽക്കുന്ന ഉത്തർപ്രദേശും മറുവശത്ത് കുട്ടികളുടെ പഠനം ഒരു ദിവസം പോലും മുടങ്ങാതിരിക്കാൻ മാസങ്ങൾക്ക് മുമ്പ് പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്ന കേരളവും. 2026-27 അധ്യയന വർഷത്തിലെ പാഠപുസ്തക വിതരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 13-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പട്ടം സെൻറ് മേരീസ് സ്കൂളിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ചടങ്ങിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രസ്തുത ചടങ്ങിൽ കുട്ടികളുടെ യൂണിഫോം തുണിയും വിതരണം ചെയ്യും. സർക്കാരുകളുടെയും സംവിധാനത്തിന്റെയും വ്യത്യാസം മാത്രമല്ല, സർക്കാരുകൾ പിൻപറ്റുന്ന രാഷ്ട്രീയം കൂടി ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. UPയിൽ നടന്നത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന 100 കണക്കിന് അഴിമതികളിൽ ഒന്നായി മാത്രം കാണാൻ കഴിയില്ല. മെച്ചപ്പെട്ട വിദ്യാഭ്യാസം സ്വപ്നം കണ്ട് സർക്കാർ നൽകുന്ന പുസ്തകങ്ങൾക്കായി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ട കുട്ടികളോടുള്ള ക്രൂരമായ കുറ്റകൃത്യമാണിത്.
കേരളത്തിന്റെ മാതൃക പിന്തുടർന്ന് സുതാര്യമായ വിതരണ സംവിധാനങ്ങൾ ഇന്ത്യയിലുടനീളം നടപ്പിലാക്കിയാൽ മാത്രമേ ഇത്തരം മാഫിയകളെ നമുക്ക് തടയാനാകൂ.